നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടി മണ്ഡലത്തിലെ പരപ്പനങ്ങാടി ന്യൂക്കട്ട് പാലം നിർമ്മാണത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനമായി. തിരൂരങ്ങാടി മണ്ഡലം MLA KP മജീദിന്റെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ന്യൂക്കട്ട് പാലം നിർമ്മാണത്തിന് ആവശ്യമായ അപ്രോച്ച് റോഡിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭൂമി ഉപയോഗിക്കുന്നതിന് ഉപയോഗ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള തീരുമാനമായത്. ജലവിഭവ വകുപ്പിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവും പ്ലാനറ്റോറിയവും നിർമ്മാണത്തിന് വേണ്ടി വിട്ടു നൽകിയ ഭൂമിയുടെ ഒരു വശത്തുകൂടിയാണ് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടതായി വന്നിട്ടുള്ളത്. ഈ ഭൂമിയിലൂടെ നിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായ നിരാക്ഷേപ പത്രം ലഭ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ നിർമ്മാണത്തിന് ആവശ്യമായ NOC സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ലഭ്യമാക്കിയിരുന്നില്ല. അടിയന്തരമായി ഈ നിർമ്മാണത്തിന് ആവശ്യമായ നിരാക്ഷേപ പത്രം ലഭ്യമാക്കി സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിന് കൂടി ഉപകാരപ്പെടുന്ന പാലത്തിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് തന്നെ പരപ്പനങ്ങാടി സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം പ്രദേശം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു സന്ദർശിക്കുന്നതിനും ഈ പദ്ധതിയുടെ തുടർ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാനും തീരുമാനമായി. നാവിഗേഷൻ റൂട്ടുള്ള പുഴയായതിനാൽ പാലത്തിങ്ങൽ പാലത്തിന്റെ അതേ ഡിസൈനിൽ ഉയർത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഉയരം കൂടുന്നതിനാൽ സ്ലോപ്പ് രൂപത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കേണ്ടതുണ്ട്. യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, KP മജീദ് MLA, നഗരസഭാ ചെയർമാൻ PP ഷാഹുൽ ഹമീദ, കൗൺസിലർ അസീസ് കൂളത്ത്, ഹാഫിസ് മുഹമ്മദ് PV, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷിബു A, പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹ്യൂജിൻ ആൽബർട്ട്, പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ, പൊതുമരാമത്ത് പാലം ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ KV, പൊതുമരാമത്ത് പാലം ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കണ്ണൻ P, സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ഡയറക്ടർ സോജു TK നാസർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.